അപ്പൊ ദാ നമ്മൾ ആദിക്കുട്ടൻ ഓണത്തിന് പോവാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞുണ്ടി. ഹാപ്പി ഓണം എന്ന് പറയും മാമയുടെ ചാനലിൽ എല്ലാവർക്കും ഹാപ്പി ഓണം. ആ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞേ. അതറിയില്ല കേട്ടോ ഗൈസ്, നിങ്ങൾ ക്ഷമിക്കണം. ഗൗതം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഹാപ്പി ഓണം പറഞ്ഞുണ്ടി. ചേച്ചിക്ക് ഒരു ചാനൽ ഇട്ടിട്ടോ ഗൈസ്, അമ്മു മാധവ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ആക്കി കൊടുക്കട്ടോ. 1000 പെട്ടെന്ന് അടിക്കണം. ചേച്ചി പറയും ഹാപ്പി ഓണം. ചേച്ചി തന്നെ സുന്ദരിയായിട്ട് ഒരു അമ്പലത്തിൽ പോകാൻ നിൽക്കും. ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല ഗൈസ്. ഏട്ടൻ ഇവിടെ ഉണ്ട്, ഏട്ടൻ കുളിച്ചിട്ടില്ല, ഞാൻ കാണിക്കില്ല. അപ്പൊ ദാ ഞങ്ങള് വലിയ പൂക്കളൊന്നുമല്ല കേട്ടോ, ചെറിയ പൂക്കളാണ്. ഞങ്ങൾ പൂവിടുന്ന ആൾക്കാരൊന്നും ഇവിടെ എത്തിയിട്ടില്ല, ഇവരൊക്കെ പോയിട്ട് വന്നിട്ട് വേണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാനെന്ത് ഇപ്പോൾ ഒരു ഇൻട്രോ പറയുന്നത്. നമ്മുടെ ആദിക്കുട്ടൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ റെഡിയായി, മുണ്ടൊക്കെ എടുത്ത് ഓണം വൈബിലിരിക്കുമ്പോൾ അപ്പോൾ അവൻ്റെ ഒരു മൂഡ് അപ്പോഴേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അവനെ വെച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ബാക്കിൽ നിൽക്കുന്നത് ഗൗതാണ്, നമ്മുടെ വല്യച്ഛൻ്റെ വീട്ടിലെ ഏട്ടൻ്റെ വല്യച്ഛൻ്റെ മൂത്ത മോൻ്റെ കുട്ടിയാണ് കേട്ടോ. സോറി, രണ്ടാമത്തെ ഏട്ടൻ്റെ കുട്ടിയാണ്. ഈ വരുന്നത് അച്ചുവാണ്, അത് മൂത്ത ഏട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവളുടെ പിറന്നാളും കൂടെയാണ് കേട്ടോ ഈ ഒരു തിരുവോണം ദിവസം. നമ്മൾ കഴിഞ്ഞ ഒരു ഓണം വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ ഷോർട്സ് വീഡിയോ എടുത്തുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതൊരു ഭാഗ്യമാണല്ലോ, എല്ലാവരും കൂടെ ഈ ഒരു ദിവസം പിറന്നാൾ വന്നാൽ എപ്പോഴും ആളും ബഹളമായിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഭയങ്കര വൈബിലാണ് കേട്ടോ അമ്പലത്തിൽ പോണത്. അപ്പോൾ അവൻ ബാക്കിൽ കയറിയാൽ മതി എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഞങ്ങൾ പറയണത് അല്ലെങ്കിൽ ഞങ്ങൾ ബാക്കിൽ തന്നെ കയറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ അമ്പലത്തിൽ പോയി വരട്ടെ. അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് വേഗം റെഡി ആയിട്ടൊക്കെ ഇവിടെ നിൽക്കാമെന്ന് പറയാണ്. നമുക്ക് രാവിലെ അമ്പലത്തിൽ പോകാണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പറ്റില്ല, പീരിയഡ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഞാനിതാ റെഡി ആയിട്ടൊക്കെ വന്നു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഞങ്ങളെ തന്നെ സ്വയം പുകഴ്ത്തുമായിരുന്നു. നമ്മൾ എന്നിട്ട് പൂക്കളൊക്കെ ഇട്ടു. ഒരുപാട് വലിയ പൂക്കളൊന്നുമല്ല, കുറച്ച് പൂവ് തന്നെയുള്ളൂ. പിന്നെ നമ്മളെ പാടത്തുള്ള മഞ്ഞ പൂവില്ലേ, അപ്പോൾ അതും കൂടെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ കൃഷ്ണകിരീടത്തിൻ്റെ കുറച്ച് പൂവൊക്കെ ഇട്ട് ഞങ്ങൾ മെല്ലെയാണ് കേട്ടോ പൂക്കളിടുന്നത്. കാരണം റീൽസും ഷോർട്സും വീഡിയോസും പിന്നെ ഒരുപാട് സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശകളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിലും ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരുമയാണല്ലോ, ഒരുമ സ്നേഹം അതൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണാം. ഫൈനലി നമ്മുടെ പൂക്കള സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്, അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഇത് നമ്മുടെ കണ്ണനാണ്. കണ്ണൻ പറയുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ഓൾ ഇൻ ഓൾ ആണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വല്യച്ഛൻ്റെ മോളുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവനാണ് നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് എടുത്ത് തരാറുണ്ട്. അപ്പോൾ അവനും സെറ്റായി സുന്ദരനൊക്കെ ആയിട്ട് ഓണക്കോടിയൊക്കെ എടുത്ത് വന്നു. പിന്നെ നമ്മുടെ ആദീനെ മുണ്ടൊക്കെ എടുത്തിട്ടൊന്നും അവിടെ ഇരിക്കാൻ പറഞ്ഞു കേട്ടോ നമ്മൾ. അപ്പോൾ അവൻ പറയാ ഞാൻ വലിയ ആളാണ്, ഞാൻ ഇരിക്കില്ല എന്ന് പറയുകയാണ്. മുണ്ട് എടുത്ത് അപ്പോൾ അവനിങ്ങനെ ഏട്ടന്മാരെയൊക്കെ പോലെ ആവാനാണ്. അപ്പോൾ മുണ്ടും എടുക്കണില്ല, ആൾ ട്രൗസർ മാത്രമാണ്, മുണ്ടുണ്ട് കേട്ടോ അവന്. അപ്പോൾ ഞങ്ങളിവിടെ പറഞ്ഞിട്ട് കുറേ ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടി അവനെ പിടിച്ചിരുത്തുകയാണ്. അപ്പോൾ അവനിങ്ങനെ പാറി പാറി നടക്കുന്നുണ്ട്.
ഞാനും ചേച്ചിയും കൂടെ കുറേ റീൽസിലുള്ള തിരുവാതിരക്കളിയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടൊരു റീലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ID വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, അപർണ ഷാജി കുട്ടത്ത് എന്നാണ്. അപ്പോൾ ചേച്ചിക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചിക്കൊരു ചാനലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അമ്മു മാധവൻ എന്നാണ്. പിന്നെ നമ്മൾ ഓണസദ്യ കഴിക്കാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഓണസദ്യ നമ്മൾ കുറച്ച് നേരത്തെ കഴിക്കുമല്ലോ, സാധാരണ നമ്മൾ കഴിക്കുന്നേക്കാൾ കുറച്ചും കൂടെ നേരത്തെ കഴിക്കും. അപ്പോൾ ഏട്ടനും എല്ലാവരും കൂടെയാണ് വിളമ്പുന്നത്. അപ്പോൾ ഞങ്ങളോടൊക്കെ ഇരിക്കാൻ പറഞ്ഞാൽ അവർ വിളമ്പാന്ന് പറഞ്ഞു. അപ്പോൾ ചോറ് എല്ലാ കറികളും ഉണ്ടാക്കും കേട്ടോ ഏട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ സാമ്പാറും എല്ലാം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വളരെയധികം സന്തോഷത്തിൽ എൻജോയ് ചെയ്തിട്ട് ഓണസദ്യ കഴിക്കുകയാണ്. സദ്യയൊക്കെ കഴിച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏട്ടൻ എന്താ ഡ്രൈവ് ചെയ്യേണ്ട, ഒരു ഹാപ്പി ഓണം പറയട്ടോ. ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകള്. എല്ലാവരുടെ ചിലപ്പോൾ ഓണം കഴിഞ്ഞിട്ടാവും ഞാൻ അപ്ലോഡ് ചെയ്യാം, പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്താ പറയാ, എല്ലാവരുടെ ഓണൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയായിരുന്നോ? നമ്മളിതാ രാവിലെ ഫുള്ളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഫുഡ് ഉണ്ടാക്കണ തിരക്ക് കാര്യങ്ങള്. ഓണസദ്യക്ക് അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ വീട്ടിലുള്ളവരുടെ പ്രൈവസി ഒക്കെ നോക്കണ്ട, അതുകൊണ്ട് എല്ലാം എടുത്തില്ല. എന്നാലും കുറെ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ടല്ലേ. പിന്നെ നമ്മൾ അടിപൊളി റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചേച്ചി ഉണ്ടായിരുന്നു, ഏട്ടന്റെ വൈഫാണ്. അപ്പോ നമ്മളിതാ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. എന്തോ പറയില്ല, അത്തം കറുത്താൽ ഓണം വെളുക്കുന്നു, ഓണം വെളുത്തു. കാരണം അതുകൊണ്ട് ആളുകൾക്ക് ഇപ്പൊ വിരുന്ന് പോവാനും പിന്നെ നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാനൊക്കെ പറ്റിയല്ലേ. പിന്നെ ചൂടുണ്ട് ഗൈസ്, 2 ദിവസമായിട്ട് നല്ല ചൂടുണ്ടല്ലേ. അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ട് അവിടെ അമ്മയും അച്ഛനും അച്ഛക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വീട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങളായിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തുന്നു. അപ്പോൾ നേരെ കാണുന്നത് വല്യച്ഛൻ്റെ വീടാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. അപ്പം നമ്മളെ രണ്ടാളെയും വെയിറ്റ് ചെയ്തവർ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ ഗായ്സ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.